Hello guys, welcome back to my YouTube channel and this is me Amelia. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയായിരിക്കും എൻ്റെ ഒരു കബോർഡിൽ എനിക്ക് 100,000 ബുക്കുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ബുക്കിൽ ഞാൻ വരച്ച പേജസൊക്കെ ഞാൻ കാണിക്കും. എന്നിട്ട് അടുത്ത ഏത് ബുക്ക് വേണം നിങ്ങൾ വേണം എന്നെ എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇന്ന് ഞാൻ ഏത് ബുക്ക് എടുക്കുന്നത് തീരുമാനിച്ച് ആ ബുക്കിൽ അത്രയും മേസൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഇത്രയും ബുക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എടുക്കാൻ പോണത് എന്ത് വേണം, ഞാൻ ഗൈസ് ഞാൻ ബുക്ക് എടുത്ത് ഞാൻ ഈ ഒരു ബുക്കാണ് എടുത്ത്. ഈ ബുക്ക് എനിക്കിഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഈ കബോർഡ് അടിച്ചിട്ട് ഞാൻ ഈ ബുക്ക് കാണിക്കാം. ഇനി ഞാനിത് അറേഞ്ച് ചെയ്താണ് വീഡിയോ എടുക്കണോണ്ട് ഞാൻ അറേഞ്ച് ചെയ്താണ് കേട്ടോ ഈ ബുക്ക്. ഫോൺ ഇവിടെ വയ്ക്കാം. അപ്പോൾ ഫ്രണ്ട് പോർഷൻ തന്നെ എൻ്റെ ബുക്ക് ഇങ്ങനെയാണുള്ളത്. ഒരു പിങ്കും യെല്ലോവും കോമ്പിനേഷനിലാണ് ഇതുള്ളത്. ഇതാണ് ഫ്രണ്ട് സൈഡ്. നമുക്ക് നേരെ ഫസ്റ്റ് പേജ് തുറക്കുമ്പോൾ നമുക്ക് ഇതാണ് കാണുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇത് ആയം ചെയ്ത പേജാണ് കേട്ടോ. ഞാൻ മര്യാദക്കൊന്ന് കാണിച്ചു തരാം. ഇത് ഒരു ബ്ലൂ തീം പോലെ കാണിച്ചു തരാം. ഇതൊരു ബ്ലൂ തീമാണ് കേട്ടോ. ഈ പേജ് ഫസ്റ്റത്തെ പേജ് ബ്ലൂ തീമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഇങ്ങനെ ടേപ്പ് പോലെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ അമേലിയ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച പോലെ ഒരു ജെൽ പെന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്റ്റിക്കറാണ്, ഒരു ചെറിയ സ്റ്റിക്കറാണ് ഇത്, ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കർ. പിന്നെ ഇതൊരു ഫ്ലവർ സെയിം ജെൽ പെന്ന് കൊണ്ട് ചെയ്ത. പിന്നെ ഇതൊരു തോട്ട് പോലെയാണ്. ഞാൻ വായിച്ച് കാണിക്കാം. Every day is a loving day, but if we don't have a loving, we don't have a day. ഇത് ചുമ്മാ ഞാൻ യൂട്യൂബിൽ നോക്കാതെ എഴുതിയതാണ്. പിന്നെ ഇത് ഞാൻ ഒരു വെറൈറ്റി സംഭവം പോലെ നോക്കിയതാണ്. ഇതൊരു ബുക്കാണ് കേട്ടോ. ഇവിടെ അമേലിയ എന്ന് ചെയ്തിട്ടുണ്ട്. അകത്ത് താങ്ക് യു ഫോർ സീയിങ് ദിസ് ബുക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ബുക്ക് മാറ്റി കളിക്കാം. പിന്നെ ഞാൻ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ടീ നിങ്ങൾ കാണണ്ട കേട്ടോ. ഞാൻ വൈകുന്നേരം ചെയ്താൽ ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ റഫ് ബുക്ക്. ദിസ് ബുക്ക് നെയിം ഇസ് ആമീസ് വേൾഡ്. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ആമീസ് ഫൺ വേൾഡ് ആണെങ്കിലും ഞാൻ ആമീസ് വേൾഡ് എന്ന് എഴുതിയ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ പേജ്. സെക്കൻഡ് പേജ് ഒരു യെല്ലോയും സിൽവർ തീമൊക്കെയാണ് സെക്കൻഡ് പേജ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സെക്കൻഡ് പേജ് എന്ന് പറയുന്നത് ഇതൊരു നല്ല പേജാണ്. എനിക്കിത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ ഞാൻ ഇവിടെ ഹാപ്പി മീൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഹാപ്പി മീൻ ഒരു ജനൽ പോലെ ഉണ്ടാക്കിയിട്ട് ഹാപ്പി മീൻ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ എന്തോ ഒരു ബ്ലോക്ക് അങ്ങനെ ചെയ്തിട്ട്, പിന്നെ ഇവിടെ കുട്ടിയുടെ സ്റ്റിക്കർ പോലെയാണ്. ഇതെല്ലാം നമ്മുടെ ചൈനീസ് സ്റ്റിക്കറാണ് ഇതെല്ലാം ഇങ്ങനത്തെ. പിന്നെ ഇവിടെ സ്മൈലി ഒരു ഫേസ് വരച്ചിട്ടുണ്ട്. ഇതിപ്പോൾ മറ്റേ പർഗിലത്തെ പേജ് ഇവിടെ ആയിപ്പോയതാണ്. നല്ല വിഷമം, നല്ല പേജ് പോയി. പിന്നെ അതിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ടേപ്പ് പോലെ സിൽവർ കളർ ടേപ്പ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ സെയിം ഇവിടെ സാഡ് മീൻ എഴുതിയിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ചെയ്തിട്ട് സാഡ് ഫേസ് വരച്ചിട്ട് ഈ സ്റ്റിക്കറും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ ഈ സ്റ്റിക്കർ സാഡ് സ്റ്റിക്കർ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു യെല്ലോ തീമാണ്. എനിക്കിത് ഏകദേശം ഇഷ്ടപ്പെട്ട്. അടുത്തത് ഒരു പിങ്ക് തീമാണ്. ഇതെനിക്ക് കുഴപ്പമില്ല, ഏകദേശം നല്ലതാണ്. ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതാണ് എൻ്റെ പിങ്ക് തീം. കട്ടിലോട് മാച്ച് ആവുന്നുണ്ട് ഇത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ബോർഡറായിട്ട് ഇങ്ങനെ ഫുൾ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഫുൾ ടേപ്പ് ഒട്ടിച്ചിട്ട് പിന്നെ ഇവിടെ കുറേ ഹാർട്ട്സ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ ഹാർട്ട്, പിങ്ക് കളറ് കുറേ ഹാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഐസ്ക്രീം, ഡോണറ്റ്സ്, ബിസ്ക്കറ്റ്, ജ്യൂസ്, മുട്ടായി. പിന്നെ ഇവിടെ പിങ്ക് ഹാർട്ട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ പിങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞത് ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ ആദ്യമത്തെ സിൽവർ ടേപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മുടെ ചൈനീസ് ഈ സ്റ്റിക്കർ ഓർഡർ ചെയ്തത് വെച്ചാണ്. ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇത്.
പിന്നെ ഇതൊരു തോട്ട് പോലെ ബി യുവർ ഓൺ പിങ്ക് കളർ. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇതുപോലത്തെ സെയിം സിൽവർ കളർ ഒട്ടിച്ചിട്ട് പിന്നെ ഇവിടെ സ്റ്റിക്കർ ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പിങ്കും എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു. നമുക്കിനി അടുത്ത എന്താ എനിക്ക് ഓർമ്മയിലേക്ക് ഞാൻ പണ്ട് ചെയ്തതാണ്. അടുത്ത് ഇത് എനിക്ക് കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ കാണിക്കാം. ഇതാണ് അടുത്തത്. ഇതൊരു ഫാമിലി മെമ്പേഴ്സ് അങ്ങനത്തെ തീമാണ്. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ഇങ്ങനെ ടേപ്പ് ഒട്ടിച്ചു. പിന്നെ അനീഷ്, അമേലിയ, അനിത, ഏഞ്ചലീന എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് ഒരു ടേപ്പ് പോലെ ഇങ്ങനെ ഒന്നുകൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കളേഴ്സ് ഹൈലൈറ്റ് പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫാമിലി മെമ്പേഴ്സിന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫാമിലി എന്നുണ്ട്, അത് ഞാൻ സ്റ്റിക്ക് ചെയ്തതാണ് കേട്ടോ. ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടില്ല, ചുമ്മാ പറഞ്ഞു എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു പെണ്ണും കൂടെ ഉണ്ട്, സ്റ്റിക്കറും. അടുത്തത് എനിക്ക് ഇതിൻ്റെ ടീം എന്താണെന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് തന്നെ ഉള്ളത് ബി യുവർ ഓൺ ഫ്ലവേഴ്സ്. ഇത് ഫ്ലവർ തീമാണ്. ബി യുവർ ഓൺ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ ഇവിടെ ഹാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഈ ഒരു ഫ്ലവറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫുള്ള് ബോർഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ജനൽ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കാണാൻ വേണ്ടി ജനൽ. പിന്നെ ഇത് നമുക്ക് തുറന്ന് ഇവിടെ ഫ്ലവേഴ്സ് എന്ന് ആദ്യം എഴുതിയിട്ടുണ്ട്. ഇത് ബുക്കുമാണ് കേട്ടോ. പിന്നെ ഇവിടെ ലൈഫ് ഇസ് ഓഫ് ഫ്ലവേഴ്സ് ഇങ്ങനെ. പിന്നെ റെയിൻബോ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഏകദേശം ഇത്ര വെള്ളം നടന്ന് ലാസ്റ്റ് പേജ്. ഇനി ഒരു പേജും കൂടി ഉണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു പേജും കൂടി ഉണ്ട്. അതിപ്പോൾ ഞാൻ കാണിക്കാം. നമ്മേ ഇത് ടേപ്പൊക്കെ ഒട്ടിച്ച് ഇച്ചിരി പാടാണ് കേട്ടോ മാറ്റാൻ. ഓക്കെ, ഇത് ലാസ്റ്റാണ് കേട്ടോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ഇതെന്ന് പറയുന്ന ഒരു സ്ട്രോബെറി തീമാണ്. ഇവിടെ ഞാൻ ആദ്യം ഒരു റെയിൻബോ സ്റ്റിക്കർ വെച്ചിട്ട് സ്ട്രോബെറീസ് ആർ സോ നൈസ് ആൻഡ് സ്വീറ്റ്, ഐ ലൈക്ക് ഇറ്റ് ടു സോ മച്ച്, ഇറ്റ് ഈസ് റെഡ് കളർ. പിന്നെ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഐസ്ക്രീം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പെണ്ണിനെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പെറ്റ് ഗേൾ എഴുതിയിട്ടുണ്ട് ഇത്. പിന്നെ ഡു ലൈക്ക് ദ സ്ട്രോബെറി എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ സ്ട്രോബെറി കറക്റ്റ് പിക്ചറും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡു ലൈക്ക് സ്ട്രോബെറി സേമി, സ്ട്രോബെറി ഗേൾ ആണ്. ഈ കൊച്ചു സ്ട്രോബെറി കഴിക്കുന്നതുകൊണ്ടാണ് സ്ട്രോബെറി ഗേൾ. സ്ട്രോബെറി ഷോർട്ട് കേക്ക്. പിന്നെ ഇവിടെ ഒരു ഐസ്ക്രീം. ഇത്രയുള്ള എൻ്റെ ഈ ഒരു കുഞ്ഞു ബുക്കിനകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കുഞ്ഞു ബുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ അകത്തുള്ള പേജസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അടുത്ത ഏത് വേണമെന്ന്. അപ്പോൾ ഇത്രയും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.